ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് കാന്താരി മുളക് പറിച്ചാലോ. കാന്താരി മുളകും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ നമ്മൾ പറിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ കോഴിക്കോട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാന്താരി മുളകും അതുപോലെ തന്നെ പച്ചമുളകും നിൽക്കുന്നത്. അപ്പോൾ ഇത് കുറേ ദിവസമായി മമ്മി എന്നോട് പറിച്ചെടുക്കണമെന്ന് പറയുന്നത്. കാരണം സാധാരണ ഇത് കൂടുതലും പഴുത്ത് പോവുകയാണ്, നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അറിയാതെയൊക്കെ പോകും. വന്ന് നോക്കുന്നതാണ്, പിന്നെ പറിക്കാമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന കേട്ടോ പച്ചമുളകും കാന്താരിയും. അപ്പം ഇതാണ് നമ്മുടെ കാന്താരി മുളക്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇഷ്ടംപോലെ കാന്താരിയുണ്ട്. നമ്മുടെ ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് അത്ര നന്നായിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പം നമ്മൾ ആദ്യമേ തന്നെ കാന്താരി പറിക്കാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. അതിന് ശേഷം പച്ചമുളക് പറിക്കാമെന്ന് വെച്ചു. കാന്താരി ചെറുതായ കൊണ്ട് തന്നെ പറിച്ചെടുക്കുന്ന കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണ്, എന്നാലും കുഴപ്പമില്ല. പറിക്കുമ്പോൾ അത് നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാമല്ലോ എന്നുള്ള രീതിയിലാട്ടോ നമ്മൾ പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല ഫ്രഷ് കാന്താരി. അപ്പോൾ കാന്താരി ഇഷ്ടമുള്ളവരൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇപ്പോൾ കാന്താരി എന്ന് പറയുന്ന പൊതുവെ കണ്ട് വരുന്നത് കുറവാണ്. അപ്പോൾ ഇത്രയും കാന്താരി നമുക്ക് കിട്ടി കേട്ടോ. ഇതിനിയിപ്പോൾ നമ്മളൊരു ടിന്നിലിട്ട് അടച്ച് സൂക്ഷിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. എത്ര നാളിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പം വീണ്ടും നമ്മൾ അതുകൊണ്ട് വെച്ചിട്ട് പാത്രം എടുത്തുകൊണ്ട് നമ്മൾ വന്നിട്ടാണ് നമ്മുടെ പച്ചമുളക് പറിക്കാനായിട്ട്. നല്ല പച്ചമുളകാട്ടോ. അപ്പോൾ കോഴി നോക്കുക ഞാൻ എന്തായി കാണിക്കുന്നതെന്നുള്ളതൊക്കെ. അപ്പം നല്ല എരിവുള്ള പച്ചമുളകാട്ടോ. ഒരു കറിക്ക് ഒരു മുളകെന്നുള്ള കണക്കായിരിക്കും ഈ ഒരു മുളകിന് നമ്മൾ എടുക്കേണ്ടത്. കാരണം അത്രയ്ക്ക് എരിവാണ് നമ്മുടെ ഈ ഒരു പച്ചമുളക് എന്ന് പറയുന്നത്. ഞാനിത് പറിച്ച് കഴിഞ്ഞപ്പോൾ അവസാനമായപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് പുകയാൻ തുടങ്ങി കേട്ടോ. അപ്പം അത്രമാത്രം എരിവുള്ളത് കൊണ്ടാണ് നമ്മുടെ കൈ അതുപോലെ പുകയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഞാൻ കുറേയൊക്കെ പച്ചമുളക് അവിടെ നിന്ന് പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീണ്ടും ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു സൈഡിലെ പച്ചമുളക് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയും പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടയിൽ നിന്നൊക്കെ നമ്മൾ ഇത്രയും വാങ്ങുമ്പോൾ നല്ല പൈസയല്ലേ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറേ വെച്ചതിന് ശേഷം നമ്മൾ കോഴിമുട്ട എടുക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ കോഴിമുട്ട എടുക്കാൻ ഇന്ന് ലേറ്റായി. ആ കൂടെ ഞാൻ കുറച്ച് കോഴിമുട്ടയും കൂടെ ഉണ്ടായിരുന്നത്. എല്ലാവരും ഒന്നും കോഴിമുട്ട ഇട്ടില്ല കേട്ടോ. അപ്പം ഉള്ള മുട്ട ഞാൻ എടുത്തുകൊണ്ട് പോവാണ്. അതിൻ്റെ പോകുന്ന വഴിക്ക് ഞാൻ ഓർത്തത് നമ്മുടെ വയലറ്റ് കാന്താരി. അപ്പം നിങ്ങൾ വയലറ്റ് കാന്താരി കണ്ടിട്ടുണ്ടോ? അപ്പം കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതും ഞാൻ അവിടുന്ന് പറിച്ചെടുത്തു. കൂടെ ഈ ഒരു നീളത്തിലുള്ള വഴുതന ഉണ്ടായിരുന്നു, അതും ഞാൻ പറിച്ചെടുത്തു. ചീരയൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ പുഴുക്കൾ വന്ന് നശിപ്പിച്ചു. അപ്പോൾ ഇതാട്ടോ ഞാൻ ഇന്ന് പറിച്ചെടുത്ത നമ്മുടെ പച്ചക്കറികളും ഇല്ലെങ്കിൽ കാന്താരി മുളക് എന്നൊക്കെ പറയുന്നത്. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.